നെയ്ത്തുകാരൻ എന്നുള്ള സിനിമ ചെയ്തപ്പോൾ സ്വന്തം വീട് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീട് എങ്ങനെയാണ് തിരിച്ചെടുത്തത്? തിരിച്ചെടുത്തതില്ല, തിരിച്ചു പിടിച്ചതാണ്. എങ്ങനെയായിരുന്നു അത്? എത്ര കാലം ഇപ്പം ഇത് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായി. അപ്പോൾ പക്ഷെ നല്ല നെയ്ത്തുകാരൻ എന്ന സിനിമ ചെയ്തപ്പോൾ ഒരു സ്വന്തം വീട് പോയാലും വേറൊരാൾക്ക് വീടായി എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ആത്മവിശ്വാസത്തിൻ്റെ ആളായിരുന്നു. കാരണം ആരും കാണില്ല, ഒരാൾ ജനത്തിനെടുക്കില്ല എന്ന് പറഞ്ഞൊരു സിനിമയെ ഞാൻ മറ്റു വഴിയിലൂടെയാണ് എത്തിച്ചത്. അപ്പോൾ ഇത് ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ പലപ്പോഴും വില്ലേജ് സൊസൈറ്റി പ്രവർത്തകർ നല്ല സിനിമയുടെ ആസ്വാദന ബോധം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലബ്ബുകൾ നിലനിർത്തുമ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് പണം വേണം. ഈ പണം വേണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മൂലധനം തിരിച്ചു കൊടുക്കണം. എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പ്രൊഡ്യൂസറോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ചാണ് അയാൾ പൈസ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ എത്ര രൂപയ്ക്കാണ് ടിക്കറ്റ് വിറ്റതെന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു കുടുംബമില്ല എന്ന് പറഞ്ഞപ്പോൾ നെയ്ത്തുകാരൻ അങ്ങനെ അതിനു വേണ്ടി അവർ പിരിവെടുത്ത് നടത്തി. അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു യോഗം അല്ലേ? യോഗം. അപ്പോൾ അന്ന് ഇത് പോകുമ്പോൾ വീട്ടിലത്തെ അച്ഛനമ്മ കുടുംബങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഇല്ല, അത് അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു. അച്ഛൻ എൻ്റെ വളരെ ചെറുപ്പത്തിലേ മരിച്ചതാണ്. പക്ഷെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോഴും അതല്ലെങ്കിൽ ഞാൻ സ്വർണ്ണപ്പണിയൊക്കെ പഠിച്ച ഒരാളാണ്. ആ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരാഴ്ചയിൽ 30,000 രൂപ പോലും വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു നാടക നടനായി ഇങ്ങനെ യാത്ര ചെയ്യാം. ഒരു നാടക നടനാവുന്നു, പതുക്കെ സംവിധായകനാവുന്നു. അങ്ങനെ കേരളം മുഴുവൻ അറിയുന്നു. നാടകത്തിലൂടെ ഉള്ള എൻ്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ അപ്പുറത്തേക്കുള്ള ഒരു വഴി കണ്ടെത്തി. കാരണം ഞാൻ തിയേറ്ററിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അതാണ് എന്നെ കൂടുതൽ നല്ല നല്ല സിനിമ കാണാനും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത്. അതിന് അന്വേഷണമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിൽ അതൊരു വിഷമമായിട്ടോ ഒന്നും വന്നിട്ടില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ പഠിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അജിതോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 സഹോദരിമാരുണ്ടായിരുന്നു, അവരുടെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊന്നാണ്, ഞാനത് തേടി പോട്ടെ. കുറച്ച് സങ്കടങ്ങൾ നമ്മൾക്കുണ്ടാവും. ആ സങ്കടങ്ങളെ ഒരു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. അതന്നെ വലിയ വിജയം. പറഞ്ഞു ശരിയാ, അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഏതൊരു വീട്ടിലും അല്ലെങ്കിൽ ഏതൊരു സുഹൃത്തിനോടും ഉണ്ടാവുന്ന പോലെ കലഹങ്ങളും പിണക്കങ്ങളും ഉണ്ടാവാം. അത് വ്യത്യസ്തമാണ്. അത് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ 2 സിസ്റ്റേഴ്സ് ഇപ്പോൾ എവിടെയാണ്? ഒരാൾ വെങ്ങണീശ്ശേരി, ഒരാൾ കൊടുങ്ങല്ലൂർ. പിന്നെ തിരിച്ച് ഞാൻ കുടുംബത്തിലേക്ക് തന്നെ വരട്ടെ. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വിദ്യാഭ്യാസം പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അപ്പോൾ ആ കാലത്ത് പെങ്ങമ്മ ആ ജീവിതം എങ്ങനെയായിരുന്നു? അച്ഛൻ വളരെ അമേച്ചൂർ നാടക നടനാണ്. പിന്നെ അമ്മയൊന്നും ജോലിക്ക് പോകണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കരിങ്കല്ല് ചോക്കണത് കാണുക. അപ്പോൾ ഈ 7ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ മിടുക്കനായാലും വല്ലച്ചിറ സ്കൂളിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ആ ഒരു കാഴ്ച പിന്നെ ഇവിടെ പറയണ കേൾക്കും, വീട്ടിൽ പറയണ കേൾക്കും. എങ്ങനെയാണ് അവനെ പഠിപ്പിക്കുക, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക, കാര്യങ്ങൾ എങ്ങനെ എടുക്കുക. കാരണം അച്ഛൻ ബാലൻസ് ആയിട്ടൊക്കെ എടുക്കണം. എൻ്റെ 2ാമത്തെ പെങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ജോലിക്ക് പോകണു, അവൾ 3ാം ക്ലാസ്സിലെ പഠിപ്പ് നിർത്തിയിട്ട് അച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കും. അത് അങ്ങനെ വരുമ്പോൾ ഈ വെക്കേഷനിൽ ഇവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, ഇങ്ങനെ കപ്പ് ജ്യൂസർ ഉണ്ടാക്കുന്നൊരു ഇതുണ്ട്, അവിടെ പോയി പഠിച്ചാൽ നല്ലതാണ്. അപ്പോൾ 2 രൂപ 50 പൈസയേ ഉള്ളൂ. 6 കിലോമീറ്റർ നടക്കണം. പക്ഷെ അപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ ഈ നാടകത്തിനോട് ഇഷ്ടമുള്ള ഒരാളും പിന്നെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ കഷ്ടപ്പാടുമ്പോൾ ഈ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, സ്കൂൾ മതിയാക്കണമെന്ന്, അത് കുറച്ച് ക്ലേശമായിരുന്നില്ല ആ കാലത്ത് അത് ആലോചിക്കുമ്പോൾ തന്നെ? എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചു വീണ്ടും പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നെട്ടോട്ടത്തിനിടയിൽ ഇങ്ങനെ വേറെ പഠനത്തിന് വേറൊരു രീതി കൈ വന്നു. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ള പുസ്തകങ്ങളെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. കാരണം അത് ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് എങ്ങനെ എന്ന് വായിച്ചെടുക്കലാണ് നല്ല പുസ്തകങ്ങൾ. വല്ലച്ചിറ ഇങ്ങനെ സ്കൂളിൽ ഈ മരത്തിൻ്റെ തിണ്ണയിലിരിക്കുമ്പോൾ എന്താ നാടകത്തിൻ്റെ ഓർമ്മകൾ തോന്നണേ? ഞാൻ ഏറ്റവും ആദ്യം ഈ സ്കൂളിലത്തെ പ്രോഗ്രാമിൽ നാടകങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ ഞാൻ വയസ്സായിട്ടുള്ള ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലത്തെ ഓണാഘോഷത്തിന് സമാന്തരമായിട്ട് കുട്ടികളും
നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഓണാഘോഷം. അതിലൊരു പെൺവേഷം കെട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഈ സ്കൂളിലത്തെ ഒരു ഓർമ്മയാണ് എനിക്ക്. അത് സ്കൂളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെള്ളിയാഴ്ചയുടെ ഒക്കെ നമ്മൾക്ക് 3:30 സ്കൂൾ അല്ല 3:30 പ്രോഗ്രാമുണ്ട്, കലാപ്രവർത്തനമുണ്ട് ആഴ്ചയിൽ. അന്നുണ്ടായിരുന്നു, ഈ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സനായിട്ട് ഒരു ചെറിയ നാടകത്തിൽ 10 മിനിറ്റേ ഉള്ളൂ അതിൽ അഭിനയിക്കണം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ മുഴുവൻ വെളുത്ത പെയിൻ്റ് അടിച്ചു. ഇത് പെയിൻ്റ് അടിച്ചിട്ട് പോയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അമ്മ കഴുകി തന്നു. അതിൻ്റെ തലവേദന മാറാൻ എത്ര ദിവസം എടുത്തു എന്നുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഇപ്പം ഞാൻ വളരെ ഡയറക്റ്റ് ചെയ്ത നാടകങ്ങൾ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച നാടകങ്ങളിലൊക്കെ ഈ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലാണ്. പ്രേമലേഖനം റിഹേഴ്സൽ ചെയ്തും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇവിടെയാണ്. പിന്നെ മുദ്ര രാക്ഷസം ജോസ് ജോസേട്ടൻ നാടകം ചെയ്ത് 1 വർഷക്കാലത്തോളം ഞങ്ങൾ ഇവിടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾക്ക് അപ്പോൾ ഒരു റിഹേഴ്സൽ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലായിട്ട് നമുക്കിങ്ങനെ താളം മുതൽ ഇപ്പോൾ വേണുവേശം വന്നിട്ട് നമ്മളെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്നു. പിന്നെ അപ്പൂട്ടം വന്നിട്ട് താളം പഠിപ്പിക്കുന്നു. ഈ നാട്ടുകാരൊക്കെ ഇവിടെ ഭയങ്കര അത്ഭുതമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, എന്തായി സംഭവിക്കണേ 1 കൊല്ലമായിട്ട്? അല്ല, അതുണ്ട്. ഇവിടെ നാടകം വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്ന ആളാണ്. ഇപ്പം ഞാനിപ്പോൾ മായാത്തങ്ങ് പറക്കുണ്ടല്ലോ ഫിൻലാൻഡിലെ, അപ്പോൾ അവരിവിടെ നാടകം കാണാൻ പറ്റും. അപ്പോൾ നരിപ്പറ്റ രാജുമാഷ് ചെയ്ത പ്രവാചകരെ കല്ലെറിയുന്നുള്ള എന്ന് പറയുന്ന നാടകം, അത് പാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പാവങ്ങളെന്ന് പറഞ്ഞ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇവിടെ സ്ഥലത്ത് എന്നെ ഞാനതിൽ ബിഷപ്പായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ എന്നെ കുരിശുമേൽ തറച്ചു. അപ്പോൾ കുരിശുമേൽ തറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെയാണ്. കുരിശിൽ തറയ്ക്കുന്നു, ആളുകൾ അതിൻ്റെ കൂടെ പതുക്കെ. അപ്പോൾ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, ഒരു സ്റ്റേജ് മാത്രമായിട്ടല്ല, ഒരു അരങ്ങിൻ്റെ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ആവാം, പക്ഷെ അവനെ കുരിശുമെന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. അപ്പോൾ ഈ ഡെത്ത് വാച്ച് എന്ന് പറയുന്നൊരു നാടകം ചെയ്യാണ് ഷേനയുടെ. അപ്പോൾ അതിൽ ഞാൻ പച്ചക്കണ്ണനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ട് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ശരീരഭാഷയുടെ അപ്പുറത്തുള്ള വയലൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ആക്ട് ചെയ്ത സമയത്ത് ഇവിടെ സാധാരണയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെ ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇട്ടുണ്ട്, പ്രേമൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ. അപ്പോൾ അത്ര ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ, അതിൻ്റെ ഒരു പരിസരം ഉണ്ട് ഞങ്ങളുടെ നാടിന്, അങ്ങനെ ഒരു പരിസരം ഉള്ളതാണ്. അതെങ്ങനെ അങ്ങനെ വന്നു കേട്ടെ? അത് ആ പരിസരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം 47ാമത് വർഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഓണാഘോഷം എന്ന് പറയുന്നത്. എല്ലാ കൊല്ലം മുടങ്ങാതെ 1 കൊല്ലം പോലും മുടങ്ങിയിട്ടില്ല. ഓരോ ഞായറാഴ്ചകളിലും ഓരോ മുടക്ക് ദിവസങ്ങളിലും അത് സാഹിത്യ രചനയായെങ്കിലും ചിത്രകലയാണെങ്കിലും സ്പോർട്സ് മത്സരങ്ങളാണെങ്കിലും ഇങ്ങനെ ഓരോന്നായിട്ട് നടന്നു വരികയാണ്. ഈ പുതിയ ജനറേഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ? പിന്നെ ഇപ്പോഴും 11 കലാസമിതികളുണ്ട്. അപ്പം ഞാനിവിടെ നാടകം എഴുതിയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്, കവിത എഴുതിയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്, എല്ലാ തട്ടത്തിലും പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കവികൾ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നാടകകൃത്തുകൾ അറിഞ്ഞത്, അതുകൊണ്ടാണ് എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുമായിട്ടുള്ള പരിചയം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിചയം എന്ന് പറയുന്നത് നല്ല അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടാവുന്ന ഒന്നാണ്.